ഒരാളാണ്. ജോയ്സ് ആണ് അദ്ദേഹം. മെൻസ്റൈൽ ഫൗണ്ടേഷനിലെ ഒരാളാണ്. അക്ബർ അലി ഖാനാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസൽ ഉണ്ട്. രണ്ട് ഹീലർ അബ്ദുള്ള എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ വെച്ച് അതെ അദ്ദേഹം ദുബായിലുള്ള 7,000 രൂപ വന്നിട്ടുണ്ട്. ഇത് ഫൈസൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്. അപ്പൊ മോനിൽ ഫൈസൽക്ക മോനെ പോലെ ഫൈസൽക്ക ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേനോട് പറയാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും കൊടുക്കുക എനിക്കണോ ഞാൻ എനിക്ക് ഒന്നിനും പകരമാവില്ല. നമ്മളൊരു തുടർന്നുള്ള ജീവിതത്തിനൊരു സ്ഥാനം അത്രേ ഉള്ളൂ. ഇപ്പൊ മോൻ പോയതിന്റെ ഒരു ദുഃഖം അനുഭവിക്കുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ കേട്ടോ. നമസ്കാരം. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു സീനാണ്. രാഹുൽ ഈശ്വരും മുകേഷ് എം നായർ അങ്ങനെ കുറച്ച് പേര് ഈ മരിച്ച ദീപകിൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം കൈമാറുന്ന ഒരു സീനാണ് കണ്ടിട്ടുള്ളത്. മനസാക്ഷിയുള്ള ഒരാൾക്കും, ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ അതിനെതിരായിട്ടുള്ള ഒരുപാട്, നമ്മൾ ഈ പറയുന്നതിനെതിരായിട്ടുള്ള ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടും അങ്ങനെ തന്നെ പറയുകയാണ്. മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും ഒരു കാരണവശാലും കണ്ണ് നനയാതെ വിഷമിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സീനല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഇതിപ്പോൾ ഒരുപാട് മരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ധനസഹായങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ, അതായത് ആക്സിഡൻ്റൽ ഡെത്ത്, അങ്ങനത്തെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്സ കെ റജി മുതൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ഷിംജിതയുടെ കേസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട കേസ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡിന് സീരിയസ് ആയിട്ട്, കാരണം വെച്ചാൽ അബ്സ കെ റജിയാണ് പറയുക, ഈക്വലി ഈ മനുഷ്യൻ്റെ മരണത്തിനിടയാക്കിയതിന് ഒരു നല്ല റെസ്പോൺസിബിലിറ്റി അബ്സ കെ റജിക്കുണ്ട്. കാരണം അവരുടെ ആ ഒരു ആശയം പിന്നീട് പിന്തുടർന്നിട്ടാണ് ആ ഒരു ഇതിലാണ് ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട്, ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വക കാര്യങ്ങൾ ഒരു പീക്കിൽ നിൽക്കുകയാണ്. റീച്ച് എന്നുള്ള ഭീകരമായിട്ടുള്ള അപകടകാരിയായിട്ടുള്ളൊരു വാക്കാണ് റീച്ച് എന്നുള്ള വാക്ക്. വെറും സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എന്താ നേടുന്നത്, അൾട്ടിമേറ്റ്ലി എന്താ നേടുക? അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ട് അവർ ഫേമസ് ആയി വെച്ചാൽ അവർക്ക് എന്താ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും? അത്രയധികം മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. 4 ആൾ അറിയണം. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ബസ്സിൽ കയറി സംസാരിച്ചിട്ടുള്ള ഞരമ്പനെ പൊക്കിയിട്ടുള്ള യുവതി എന്നും പറഞ്ഞ് 4 ആളുടെ ഇടയിൽ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു സംഭവം. അതിനൊന്നും പോരാത്തതിന് അതിൻ്റെ ഫോളോ അപ്പായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളൊരു വളരെ അത്യപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്ര ഗൗരവമായിട്ട് ഒന്നടങ്കം ഇത് കേൾക്കുന്ന ആൾക്കാർ മലയാളികൾ മാത്രമല്ല, മറ്റുള്ള ഒരുപാട് ലാംഗ്വേജസ് ഐ ഹാവ് സീൻ പീപ്പിൾ, ഫോറിനേഴ്സ് ഓൾസോ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരിത് ന്യൂസ് റിയാക്ട് ചെയ്യുന്ന 2-3 ക്ലിപ്സ് ഞാൻ കണ്ടു. ഇത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യം, ഒരുപാട് പേര് ഇതിനെ സ്ത്രീകൾക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ത്രീകൾക്കും ഒരുപാട് കാലമായിട്ട് അപമാനം നേരിടുന്നുണ്ടെന്ന്, അതൊന്നും ഉണ്ടായില്ലല്ലോ, ഞങ്ങൾ എത്ര പേര് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും നമ്മൾ സംസാരിക്കാതിരുന്നിട്ടില്ല. ഇത് വളരെ അപകടകരമായിട്ടുള്ള സംഭവം. മറ്റുള്ള കേസസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കൂട്ടിക്കുഴയ്ക്കുന്ന സമയത്താണ് പ്രശ്നം. ഒരുപാട് സ്ത്രീകൾ, ഒരു കപട ഫെമിനിസ്റ്റുകളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് കാണുന്ന സമയത്ത് ഇപ്പോൾ എന്നെപ്പോലുള്ള വ്യക്തികൾ, പുരുഷന്മാർ സ്ത്രീകൾക്ക് പ്രശ്നം വരുന്ന സമയത്തും അപ്പോഴും നമ്മൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്, ഇതിലേറെ സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മ, ഭാര്യ, പെങ്ങൾ, മകൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാതിരിക്കുന്നില്ല. ഞങ്ങൾക്ക് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ സുരക്ഷ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം വെച്ചാൽ വീഡിയോയിൽ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് മാത്രം എന്തിനാണ് ഇത്ര അധികം കുരു പൊട്ടുന്നത്? RJ അഞ്ജലി, ഞാൻ അഞ്ജലിയുടെ കേസാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ
ശ്രീലക്ഷ്മി അറക്കൽ, ശ്രീലക്ഷ്മിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു, പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഫോട്ടോ ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇൻഫോം ചെയ്യണം, കേസ് തിരിച്ചു കൊടുക്കാനാണെന്നുള്ളത്. എന്താ നമുക്ക് നമ്മളെ അഭിപ്രായം പറഞ്ഞൂടെ? എന്തൊക്കെ അഭിപ്രായങ്ങൾ ഇവർ ഫേസ്ബുക്ക് പേജിലൂടെ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എല്ലാത്തിനും ബേസിസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഈ സ്ത്രീ സ്ലോ മോഷൻ ചെയ്തിട്ട് അങ്ങനെ തട്ടുന്ന പോലെ ഈ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഈ വീഡിയോ ക്ലിപ്പ് കണ്ട സമയത്ത് എത്രയോ ആൾക്കാർ, എനിക്കൊന്ന് 99% ആൾക്കാർക്കും അത് കണ്ട സമയത്ത് ആ മനുഷ്യൻ്റെ ഭാഗത്ത് തെറ്റും മനസ്സിലാവുന്നില്ല. ആ മനുഷ്യൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഇത് ഈ സ്ത്രീ എന്തിനോ വേണ്ടിയിട്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ ആണ് ഈ സോഷ്യൽ മീഡിയ റെലവൻസ് വരുന്നതും റീച്ചിന് വേണ്ടി ചെയ്തതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് 99% ആൾക്കാരും പറയാൻ കാരണം അതാണ്. ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ അയാളെ ബ്ലെയിം ചെയ്തതിൽ വളരെ മിനിമം സോ കോൾഡ് കപട ഫെമിനിസ്റ്റുകളായിട്ട്, അതായത് കപട കുറേ എണ്ണങ്ങളുണ്ട്, കാണിച്ചു തരാം ഞാൻ ആ വീഡിയോ. അങ്ങനത്തെ ആൾക്കാരൊഴിച്ച് ബാക്കി ഒരുവിധം എല്ലാവരും ഈ കേസിനെ എതിർത്തിട്ടുള്ളൂ. ശ്രീലക്ഷ്മിയുടെ കാര്യം നമ്മളൊന്ന് സംസാരിച്ചു, അതിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, മൈലാഞ്ചി പ്രാങ്ക് ചെയ്തിട്ട് ഫേമസ് ആയിട്ടുള്ള നൊട്ടോറിയസ്, അതും റീച്ചിന് വേണ്ടിയിട്ട് അല്ലേ കാര്യം പോസ്റ്റ് ചെയ്തിട്ടു, അല്ലാണ്ട് വേറെ ഒന്നും പൈല് വരാനില്ല അല്ലേ. പാവപ്പെട്ട ഒരു സ്ത്രീനെ അവന് തൊഴിലെന്നും പറഞ്ഞാൽ അതിനെ നിക്ഷേപിച്ചിട്ട് എന്ത് കിട്ടാൻ അവർക്ക്? സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടത് തിരക്കില്ല. എൻ്റർടൈൻമെൻ്റ് ആണോ? അത് എൻ്റർടൈൻമെൻ്റ് ആയില്ലല്ലോ. അതുകൊണ്ടല്ലേ ക്ഷമാപണം നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അങ്ങനെ കുപ്രസിദ്ധി അങ്ങനെ പറയേണ്ട ഗതികേട് വന്നു. കാരണം എന്താ വെച്ചാൽ RJ അഞ്ജലി നമ്മളൊക്കെ കേൾക്കുന്നതാണ്, ഷീസ് ലൈക്ക് അങ്ങനെ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് പോയി ആ ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ദിവസം മുന്നേ ഇവർ സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ ഫേസ്ബുക്ക് പേജിൽ. ഇങ്ങനത്തെ വിഷയം എല്ലാവർക്കും ഈ ഒരു വിഷയം അറിയുന്ന സമയത്ത് നാളെ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ, അതിനപ്പുറം നമ്മൾക്കിടയിലുള്ളൊരു സഹോദരൻ ഒരു തെറ്റും ചെയ്യാതൊരു മനുഷ്യൻ എന്ന് നമുക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മറിച്ച് തോന്നുന്ന പോലെ നമുക്ക് തോന്നാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലിപ്പ് കണ്ടപ്പോൾ നമുക്കൊരു ഇത്ര മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സമൂഹം ഒന്നടങ്കം ഒരു ഗതിയിൽ ചിന്തിച്ച് ഒരൊറ്റ ആ ഒരു മനസാക്ഷിയോട് കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത്രയേ ഉള്ളൂ. വളരെ മാന്യമായിട്ട് പറയുന്നു, അത് നിങ്ങൾക്കും റീച്ചിന് വേണ്ടി മാത്രമാണ്. അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറയുന്ന സമയത്ത് ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ നേരെ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഭൂരിപക്ഷമല്ല കുറച്ച് ആൾക്കാരാണെങ്കിൽ കൂടി അവരതിനെതിരെ ശബ്ദിക്കും. അതിൽ വൾഗറായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, അവർക്കെതിരെ നിയമ നടപടിക്ക് പോകണമെങ്കിൽ പോവാം. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. മോശമായിട്ടുള്ള രീതിയിൽ കോമൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഞാൻ ഇന്നലെയും പറഞ്ഞു ആ BJP നേതാവിൻ്റെ കേസ് ഒരിക്കലും ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല. RJ അഞ്ജലിയുടെ പോസ്റ്റ് ഇതാണ്, സോഷ്യൽ മീഡിയ അല്ല കോടതി. ഡെഫിനറ്റ്ലി യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കമൻറ്റ് ബോക്സ് അല്ല നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നതും എല്ലാവർക്കും അറിയുന്ന കേസാണ്. അതിലൊരു എതിരഭിപ്രായമില്ല. ബസ്സിൽ എത്രയോ തവണ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് പരാതി നൽകാൻ ആകട്ടെ, വളരെ നല്ല കാര്യം. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സംസാരം, ഈ ഒരു റൈറ്റിംഗ് എല്ലാം ഒറ്റ ധ്വനിയെ കൊടുക്കുന്നുള്ളൂ, ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും ഇതിൽ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നൊരു എലിമെൻറ്റ് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം തുടർന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ. വീഡിയോ എടുക്കുന്നത് പരാതി നൽകാൻ ആകട്ടെ. ഡെഫിനറ്റ്ലി യെസ്. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്കാരോട് പുച്ഛം മാത്രം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഈ പരിപാടി ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ കേസും എല്ലാം ഒന്നും മറ്റേ റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ടോ പബ്ലിസിറ്റിയോ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നവരല്ല. ഇതിൽ എത്രയോ ആൾക്കാർ ഈ കമൻ്റ് ഇടുന്നവരിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വിഷമം കൊണ്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. എല്ലാവരെയും ഒരു ഗണത്തിൽ പെടുത്തിയിട്ട് ജനറലൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഈ RJ അഞ്ജലിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായിട്ട് ആ സ്ത്രീക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് പല ആൾക്കാരും, അത് ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ചായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രീമായി തോന്നണമെങ്കിൽ യു ക്യാൻ ഗോ ലീഗലി പോവുക. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊന്ന് ഇരയെ കിട്ടിയ സന്തോഷത്തിലല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നവരുണ്ടായിരിക്കാം. ഞാൻ ഇരയെ കിട്ടിയാണ്, നമുക്ക് അത്രയും ദേഷ്യം തോന്നി ഇരയാണെന്ന് തോന്നിയിട്ട് ആ ഒരു രീതിയിലാണെങ്കിൽ ഇതിലേറെ ഹാർഷ് നോട്ടിൽ പ്രതികരിക്കാൻ കഴിയാത്ത കുഴപ്പമൊന്നുമില്ല.
പുച്ഛം മാത്രം. സ്ത്രീ കടുങ്കൈ ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. ഇതെല്ലാം ആ സ്ത്രീയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്, നിങ്ങൾ അതിനെ ന്യായീകരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞു വരണ്ട. ഇതൊന്ന് എനിക്ക് മനസ്സിലാവണം. എൻ്റെ അഭിപ്രായം, നിങ്ങൾ പബ്ലിക്കിൽ ഇട്ട പോസ്റ്റാണ്, നിങ്ങളെ ഫോളോവേഴ്സ് അല്ലാത്തവരുടെ ഇടയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുള്ള പോസ്റ്റ് അതിൽ പറയുന്നത് വെച്ചാൽ പ്ലേറ്റ് തിരിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. ഡെഫിനറ്റ്ലി നേരെ തിരിച്ചുണ്ടായാൽ പറയില്ലേ? അതിൻ്റെ പേരിൽ ഇത് പോയി ചെയ്താലല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീ അക്രമം നേരിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ സ്ത്രീ, എന്താണ് ഈ പുരുഷൻ? ഈ പുരുഷൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അയാൾ ഇവിടെ വിക്റ്റിമായി കഴിഞ്ഞു. ഈ കോലാഹലം, ഈ പരിപാടികൾ കംപ്ലീറ്റ് കോലാഹലം ഉണ്ടാക്കിയില്ല എന്ന് വിചാരിക്കുക. വേറെ എന്തെങ്കിലും ആംഗിളിൽ കുറച്ചും കൂടി മിസ്ലീഡിങ് രീതിയിലുള്ള ഒരു സംഭവം ആ സ്ത്രീക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോയ ആ മനുഷ്യന് ഇന്ന് ഒരു തുള്ളി പോലും ആൾക്കാർ ഇതാക്കില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് റീച്ച്. അവിടെയാണ് ഇത് ഡേഞ്ചർ ആവുന്നത്. നാളെയും ഇത് സംഭവിക്കാം. പൊതു ഇടങ്ങളിൽ, നമ്മളെ വീട്ടിലുള്ളതല്ല, പബ്ലിക് ഏരിയ, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇവിടെയൊക്കെ നാളെ ഇത് സംഭവിക്കാം. എല്ലാവർക്കും മനക്കെട്ടി ഉണ്ടായിന്ന് വരില്ല. എല്ലാവരും എല്ലാവരുടെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 10 പേരിൽ 6 പേര് ദീപക്കുമാരുണ്ടായിരിക്കും. സപ്പോർട്ടില്ലാത്തത് സിറ്റുവേഷൻ വരുന്ന സമയത്ത് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരുപാട് ജീവിത പ്രശ്നങ്ങളുടെയും പല ആൾക്കാരും കടന്നു പോകുന്നത്. ഈ RJ അഞ്ജലിക്ക് ഇതുപോലെ അങ്ങനെ സംസാരിക്കുന്ന അഞ്ജലിക്ക് ഇതൊന്നും അറിയില്ലേ? ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുന്നതല്ലേ? നിങ്ങൾ തന്നെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേരളം മലയാളികൾ നിങ്ങളെ ശബ്ദം കേട്ട് ഉണരുന്ന ജോലിസ്ഥലം തുടങ്ങുന്ന ആളാണ് ഞാൻ പറയുമ്പോൾ അവരെ പോലും കളിയാക്കുന്ന രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. തെറ്റ് ചെയ്തവർ നിയമം മൂലം ശിക്ഷിക്കപ്പെടട്ടെ, സ്വയം പ്രഖ്യാപികത കോടതികളെ എന്ന് പറഞ്ഞ സമയത്ത് സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. സത്യം അങ്ങനെ തന്നെ ശിക്ഷിക്കപ്പെടട്ടെ. എത്ര പേര് എങ്ങനെ ശിക്ഷിക്കപ്പെടും എന്നുള്ള അടുത്ത കേസ്. കോടതിക്ക് വേണ്ടത് എവിഡൻസാണ്. കോടതിക്ക് വേണ്ടത് എവിഡൻസിൻ്റെ പേരിലാണ്. പക്ഷെ നേരെ മറിച്ച് അപ്പുറത്ത് മനസാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള മനസാക്ഷിയുടെ കോടതി ഉണ്ട്. അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി ആ മനുഷ്യൻ്റെ കൂടെ അല്ല നിങ്ങൾ എന്ന് തെളിയിക്കുന്നതാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ. ഈ ഫോട്ടോ എന്താണ്? പുച്ഛാണ്. നിങ്ങൾക്ക് എല്ലാവരുടെയും പുച്ഛാണ്. അതായത് ആ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാവം ഹതഭാഗ്യൻ്റെ കൂടെ നിൽക്കുന്ന ആ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ അമ്മയുടെ കണ്ണീരും അച്ഛൻ്റെ ആ ഒരു വിഷമവും കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് പുച്ഛം മാത്രമാണ് നിങ്ങളുടെ ഈ ഫോട്ടോ കൂടി തെളിയിക്കുന്നത്. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾ ആ പുച്ഛം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫോട്ടോ, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണ്, ഇഫ് യു ജസ്റ്റ് പോസ്റ്റഡ് ആ റൈറ്റിംഗ് മാത്രമാണെങ്കിൽ വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കൂടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ശ്രീനിവാസൻ സിനിമയിൽ ഇങ്ങോട്ട് നടന്നാൽ മതി, പട്ടാളക്കാരെ മാർച്ചിൽ ഇങ്ങോട്ട് നടന്നാൽ മതി. നിങ്ങൾക്ക് ഇങ്ങോട്ട് നടക്കണം, നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. ആ ഒരൊറ്റ കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, കഴിഞ്ഞ ഇൻസിഡൻറ്റ് വെച്ചിട്ട് അറിയാം, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ ഇങ്ങനത്തെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ആൾക്കാർ കല്ലെറി, നിങ്ങളെ ബുള്ളി ചെയ്യും. ഇഫ് ബുള്ളിങ് ഇസ് ദ വേർഡ് യു ആർ റെഫറിങ് ടു, നിങ്ങളത് ചെയ്യും ഡെഫിനറ്റ്ലി. കാരണം അങ്ങനത്തെ അത്രയും രോക്ഷത്തിൽ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് യു കുഡ് ഹാവ് എന്താണ് ഒന്നും മുണ്ടാതിരിക്കാമായിരുന്നു. ചുപ്പ് അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഫോട്ടോ പോസ്റ്റ് മാത്രമല്ല, ഇതാ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ. സൈബർ അറ്റാക്ക് എന്ന വിപത്ത് ഇനിയും എത്ര പേരെ കൊല്ലും? സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റില്ല. പക്ഷെ മറ്റേ എലിമെൻ്റ് ഉള്ളിലുണ്ട്. നിരപരാധിയായ ഒരു മനുഷ്യനെ കോണ്ടൻ്റ് ആക്കിയ പെൺകുട്ടി. സത്യം. പക്ഷെ അയാളെ കൊന്നുകളഞ്ഞത് സൈബർ അറ്റാക്കാണെന്ന് അല്ല, തെറ്റി. നിങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ സ്ത്രീ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും അയാളെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അത് ആ മനുഷ്യന് മനസ്സിലായി. ഞാൻ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര ക്രിയേറ്റേഴ്സ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. അയാളെ സപ്പോർട്ടാണ് ചെയ്തത്, അയാളെ സൈബർ ബുള്ളി ചെയ്തില്ല. അപ്പോഴും ആ സ്ത്രീനെ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്താ ഇത്? പക്ഷേ അയാളെ കൊന്നുകളഞ്ഞ് സൈബർ അറ്റാക്കാണ്. അവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? നിങ്ങൾ പണ്ട് മൈലാഞ്ചിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൈബറിനെ കൂട്ടിക്കെട്ടിയിട്ട് അതിനൊരു ആയുധാക്കി ഇറക്കുകയാണ്. അതായത് ബസ്സിൽ കയറി മസ്താനിന് തോണ്ടിയിട്ടുള്ള സവാദ് ഇന്ന് ഈ വിഷയത്തിൽ ഞാനും ദീപക്കും ഒരേപോലെ ഇരയാണെന്ന് പറഞ്ഞ സവാദിൻ്റെ മറ്റൊരു ടൈപ്പിൽ നിങ്ങൾ വരികയാണ്. നിങ്ങൾ വേറൊരു ടൈപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്നത്തെ സൈബർ അറ്റാക്ക് കിട്ടിയതിൻ്റെ എന്നാൽ സൈബർ പോരെ ഇവരങ്ങളെ കൂട്ടിക്കെട്ടാലോ? പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത്, പക്ഷെ അയാളെ കൊന്നുകളഞ്ഞ് സൈബർ അറ്റാക്ക് ആണ്. പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നതും അതേ കഴുകൻ കണ്ണുകളും. തെറ്റ്. ഇത് കാണുമ്പോൾ ആൾക്കൂട്ടം എവിടെയോ ആ ദിശയിൽ പോസ്റ്റ് ഇടാൻ മനസ്സില നിർത്തൂ. ഈ നാട്ടിലെ നിയമത്തിലും കോടതിയിലും നിങ്ങൾക്ക് ഇത്രമേൽ വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു. മനുഷ്യരെ കൊന്നു തിന്നാതിരിക്കൂ. ആൾക്കാർ അഭിപ്രായം പറയും. കാരണം വെച്ചാൽ പണ്ടൊന്നും ഇതിനുള്ള വേദി ആൾക്കാർക്കില്ല.
ഇപ്പോൾ കവലയിൽ 4 ആൾ കൂടുന്ന സമയത്ത് പറയും അത് ഇയാൾ ചെയ്ത് ശരിയല്ല കേട്ടോ, എന്താ അവൻ്റെ പരിപാടി എന്നൊക്കെ പറയും. അതേ സാധനം ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ആൾക്കാർ തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ എഴുതുകയാണ്. അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ സൈബർ ബുള്ളി ചെയ്യുന്ന ആൾക്കാർ, ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾക്ക് കേസോ പരിപാടിയോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ബി ഡൂയിങ്. പിന്നെ അടുത്ത ഫോട്ടോ, നിയമമുണ്ട്, നിയമത്തിൽ വിശ്വസിക്കൂ, സൈബർ അറ്റാക്ക് അവസാനിപ്പിക്കൂ. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്കെതിരെ കേസെടുത്തു പോലീസ്. കോഴിക്കോട് വടകരയിൽ താമസിക്കുന്ന ഷിംജിത മുസ്തഫയ്ക്ക് എതിരായ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത്. 10 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത്. പഴയ IPCയിലെ 306 വകുപ്പിന് പ്രകാരമുള്ള വകുപ്പാണിത്. എന്നിട്ട് ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ടൊരു മോഡലിംഗ് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കേസിലും കോടതിക്ക് കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കേസായിട്ടുണ്ടെങ്കിൽ അതിന് കോടതി ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാരാണോ ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ പോലീസ് സ്റ്റേഷനും കേസെടുക്കാൻ സ്റ്റേഷനുകളും കോടതികളും മേൽക്കോടതികളും വേണ്ടി വന്നാൽ സുപ്രീം കോർട്ട് വരെ ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാരാണോ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ? എന്നാൽ പിന്നെ ഒരു കേസും ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങളും ഒരു കേസും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ആരും RJ അഞ്ജലി ആണെങ്കിലും ആരാണെങ്കിലും ഒരു കേസും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും കോടതി ഉണ്ടല്ലോ അവിടെ. പിന്നെ എന്തിനാ അവിടെ പൊതുജനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ബാക്കി പോട്ടെ, ഫൊർഗെറ്റ് ഫോർ സോഷ്യൽ മീഡിയ, എന്തിനാ നമ്മൾ ആൾക്കാർ കൂടുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അയാൾ പോലീസ് കേസ് കൊടുത്തിട്ട് അതിൻ്റെതായ വഴിക്ക് പോവല്ല. അത് ആൾക്കാർ ഡിസ്കസ് ചെയ്യും, ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്യും, അതിന് അഭിപ്രായങ്ങൾ പറയും, രാത്രി ചർച്ചകളുണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ FM വന്നിട്ട് പിറ്റേ ദിവസം കാര്യങ്ങൾ സംസാരിക്കില്ലേ? ഒരാവശ്യമില്ല. പിന്നെ ഓരോരുത്തർ അവരെ എടുത്ത് റിയാക്ട് ചെയ്തതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി യെസ്, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കുക. എല്ലാവരും ഒരു ഭാഗത്തേക്ക് മാർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ശ്രീനിവാസൻ മാത്രം ഒരു ഭാഗത്ത് ദിശയിൽ തിരിഞ്ഞു പോകുന്ന മീം ഇപ്പോഴും ഭയങ്കര ഫേമസ് ആയിട്ട് കോമഡി വരണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഒറ്റ സാധനം സൂചിക്കുന്നുള്ളൂ. എല്ലാവരും ഒരു വഴിക്ക് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ശ്രദ്ധിക്കും. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ചെയ്തത് ശരിയായില്ല, അതിനെ മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ. സൈബർ അറ്റാക്ക് നിങ്ങളല്ലാതെ നിങ്ങൾ ലോകത്തിന് മുന്നിൽ ഇതുണ്ടോ, ഇതൊരു വളരെ കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു ഇവർ പോസ്റ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശബ്ദമാണ് എൻ്റെ ജോലി തുടങ്ങുമ്പോൾ കേൾക്കുന്നത്. ഒരു മനുഷ്യൻ അവർക്ക് മെസ്സേജ് അയച്ചിരിക്കുക, ഇതിന് മറുപടി ഇവർ കൊടുത്തത് എന്താ? ഐ തിങ്ക് ഈസ് എ വെൽ വിഷർ. ബാക്കിയുള്ള ചാറ്റ് എന്താ എനിക്കറിയില്ല. എനിക്ക് ഇതിന്ന് മനസ്സിലാവുന്നത് അയാൾ വെൽ വിഷറാണ്. ഇവരിട്ട പോസ്റ്റ് പ്രകാരം കേട്ടോ, അതാണ് ആ ഒരു ടോൺ ആയിക്കോട്ടെ, ആ ടോണാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചെയ്ത് ശരിയായില്ല, നിങ്ങളത് കാണുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നതിന് മറുപടി, എനിക്ക് ജോലിയുണ്ടെന്ന് ഇവിടെ സൈബർ അറ്റാക്ക് നടത്തുന്നവരോടൊന്ന് പറയാമോ? ജോലിയില്ല, RJ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ അത് ചെയ്തു. നിങ്ങളൊരു RJ അല്ലേ? ഇപ്പോൾ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടേതാണ്. ചേട്ടാ അവർ പറഞ്ഞത് RJ അല്ലെന്നാണ് സൈബർ അറ്റാക്ക്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ റെഫർ ചെയ്യുന്നത് പണ്ട് നിങ്ങളെ പണി പോയി എന്ന് പല ആൾക്കാരും പറഞ്ഞു നടന്ന കേസിലേക്കാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഈഗോവും പഴയ കണക്ഷനുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ശ്രീലക്ഷ്മി അറക്കലിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് അത്യാവശ്യം 10-20 മിനിറ്റായി. ഇത് ശ്രീലക്ഷ്മിയുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ തന്നെ വേടൻ്റെ കൂടെ പീഡന കേസിൽ വന്ന ചങ്ങാതിൻ്റെ കൂടെ നിന്ന ഫോട്ടോ. പിന്നെ ഒരാൾ ഇത് ഏതായാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടോ. സൈബർ ബുള്ളി ചെയ്യാനുള്ള ടൂൾ ആവരുത്. ഇനി ആ പെൺകുട്ടിക്കെതിരെ ഇതുപോലെ ഇതെന്താണെന്നറിയോ, ആൾക്കാർക്ക് രോക്ഷം വരുന്നു. മനുഷ്യന്മാരായി സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. ഞാൻ എൻ്റെ കേസ് പറയാൻ കാരണം വെച്ചാൽ തെറി പറയാത്ത ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല. പക്ഷെ സാധാരണത്തെ ആൾക്കാരാണേ, നിങ്ങളെപ്പോലെ വലിയ ബുദ്ധിജീവികളൊന്നല്ല, വലിയ തത്വചിന്തകളായിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് വികാരമാണോ ഉള്ളിൽ വരുന്ന ആ രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. മോശമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കെതിരെ ലീഗലി പോയിക്കോളൂ. വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരു പെണ്ണ് പ്രതികരിക്കാൻ വേണ്ടി മടിക്കും. നാളെ ഇത് നമുക്ക് വേണ്ടിയല്ല. ഇതുപോലെ പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ മടിക്കണം. ഞാൻ പറയുന്നത് ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യൂ. തൊട്ടടുത്ത ആൾക്കാരോട് പറയൂ. ഒരു നോട്ടം കൊണ്ട് പോലും നോക്കിയാൽ തന്നെ 80% ആൾക്കാർ അവിടെ ഉരുകും, തീരും. ബാക്കി 20% നിങ്ങൾ ക്യാമറ ഉപയോഗിച്ചോളൂ. കണ്ടക്ടറോട് സംസാരിക്കും, തൊട്ടടുത്ത ഡ്രൈവറും ഇവരൊക്കെ ഇല്ലേ. ആ ലേഡി എന്താ മസ്താനിയാണ് ഇത്, നിങ്ങൾ അതാണ് റോൾ മോഡലാക്കുന്നതെങ്കിൽ മസ്താനി ചെയ്തത് എന്താ? മസ്താനി നേരെ കണ്ടക്ടറോട് പറയുകയുണ്ടായത്. മനസ്സിലായില്ലേ? അവിടെ പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. അങ്ങനെയാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവർക്കും വേണ്ടി പറയുന്നത് നാളെ എല്ലാവരും യാത്ര ചെയ്യാനുള്ള ഒരു അവസ്ഥ. ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്താ ചെയ്തത്? നിങ്ങൾ ഈ എല്ലാവർക്കും വേണ്ടി പറയാ അറിയുമ്പോഴേ സ്ത്രീകളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കും. നിങ്ങൾ ഈ എല്ലാവർക്കും ഇതിലൊക്കെ പരിപാടിയൊക്കെ നിർത്തൂ. ഇവൾക്ക് തന്തയില്ല, ഇവള് വെടിയാണ്, ഇവള് നടന്നൊക്കെ പറഞ്ഞു അതൊക്കെ തെറ്റാട്ടോ. ഞാൻ ഒരിക്കലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഓരോ കേസ് പറയുന്ന സമയത്തും ഇവരുടെ പേഴ്സണൽ സംഭവങ്ങളോ അല്ലെങ്കിൽ അവരെ മോശമാക്കി അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അത് ശരിയല്ല. ഇപ്പം ഇന്നാൾ വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. മറ്റേ ആ സ്ത്രീനെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇതുപോലത്തെ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത്.
അത് അങ്ങനത്തെ ആൾക്കാർ കാരണം ബാക്കിയുള്ളവരും കൂടി ഇല്ലാണ്ടാവുകയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്ത് ഇതുപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സൈബർ ബുള്ളിങ് അല്ലേ? നിങ്ങൾ അവർ തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന എത്രയോ വീഡിയോസിൽ നിങ്ങളുടെ ആശയം പങ്കുവെക്കുന്ന എത്രയോ വീഡിയോൻ്റെ അടിയിലും പോസ്റ്റുകളുടെ അടിയിലും നിങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച് ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അത് മറ്റവർക്ക് സൈബർ ബുള്ളിങ് അല്ലേ? ഇൻ ദാറ്റ് കേസ് യു ഷുഡ് നോട്ട് ബി യൂസിങ് സോഷ്യൽ മീഡിയ ഫോർ ഒന്നിനും നിങ്ങൾ യൂസ് ചെയ്യരുത്. വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വെടി എന്ന് പറയുന്നു? ഞാൻ എവിടെയെങ്കിലും പൈസ മേടിച്ചിട്ട് സെക്സ് ചെയ്യാൻ പോകും നിങ്ങൾ ആരെങ്കിലും അത് തെറ്റാട്ടോ, ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ലൈക്ക് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെ എനിക്ക് ഇങ്ങനെയൊന്നും പോവാതെ എനിക്ക് മാന്യമായിട്ട് പഠിപ്പിച്ച് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിത് പരിപാടിക്ക് പോയ പോരെ. പിന്നെ വൈബ്രേറ്റർ സെക്സിനെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഫീമെയിൽ ബോഡിയുടെ ഓട്ടോണമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഇനി എന്നെ സംബന്ധിച്ച് പേഴ്സണലി നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് ഇവരെ ഇഷ്ടമല്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഇവരെ സോഷ്യൽ മീഡിയയിലുള്ളവരുടെ ഇടപെടലുകൾ കാണുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ചില ആശയങ്ങളോട് ഒരു പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പൊന്നുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മളിപ്പോൾ ഒരാളെ പറ്റി പറയണം എനിക്കിഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ചോയ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടാത്ത തീരെ കണ്ടുകൂടാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അങ്ങനത്തെ കോണ്ടന്റ് കാര്യങ്ങൾ ചെയ്താൽ അത് ആൾക്കാരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അത് പല ആൾക്കാരും പല രീതിയിലും പ്രതികരിക്കും. മോശമായി പ്രതികരിച്ചവരെ ഡെഫിനറ്റ്ലി നിങ്ങൾ പൂട്ടണം. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇവർ പറഞ്ഞ ആശയങ്ങളോട് അല്ലെങ്കിൽ ഇവരിപ്പോൾ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തു, അതിന് എതിർക്കുക. പക്ഷെ അതിന് എതിർക്കേണ്ടത് മോശമായിട്ടുള്ള പേരുകൾ വിളിച്ചിട്ടോ അതൊന്നും പറഞ്ഞിട്ടോ അല്ല. അതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് സ്ത്രീയുടെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഒരാൾ വെടിയാകുന്നില്ല. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. സൈബർ ബുള്ളിങ് വരുമെന്ന് പേടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്ത് കാരണം വേറൊരു പെൺകുട്ടീനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. അതിനെതിരെ ഞാൻ പറയുന്നു, ആ പെണ്ണിനെ സൈബർ ബുള്ളി ചെയ്യരുത്, ആ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നിങ്ങളെല്ലാം കൂടെ എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ വ്യത്യാസമുള്ളത്? പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ പോകുന്ന പെൺപിള്ളേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം. ഇതെന്താ സംഭവം? ഇവരിങ്ങനെയൊക്കെ പറയാൻ കാരണം നമ്മുടെ വിചാരം ഇപ്പോഴും അയമ്മയുടെ മനസ്സിൽ, ബാക്കി എല്ലാവരും ഈ ദീപക്ക് തെറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും അയമ്മയുടെ മനസ്സിൽ അയാളാണ് തെറ്റുകാരൻ. അതാണ് സംഭവം. അടിസ്ഥാനപരമായിട്ട് ശ്രീലക്ഷ്മി അറക്കൽ വിശ്വസിക്കുന്നതും അവർ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. അവർ ഒരു അടിവരട്ടിട്ട് അത് അവർ എനിക്കൊന്ന് ഒന്നും ഒട്ടിച്ച് വെച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ അവർ ഓൾറെഡി ഇത് പുറത്ത് പറഞ്ഞ ശേഷം അവർക്ക് തിരുത്താൻ പറ്റാനായിട്ടായിരിക്കണം അവർ ഉറപ്പിച്ചു വെച്ചു. ദീപക്കാണ്, ദീപക്കിൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് ഈ ബസ്സുകൾ നടക്കുന്ന പീഡനം. അതെങ്ങനെയാണ് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നത്? ഈ നിങ്ങളുടെ വീട്ടിലും ഈ സ്ത്രീകളൊക്കെ ഇല്ലേ? അപ്പൊ അവർക്ക് ഈ നിങ്ങൾ വളർന്നു എൻ്റെ ഭായി ആരെ കണ്ടില്ല എന്ന് അടിക്കാൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞോ? അതാണോ ഇവിടെ സംസാരിക്കുന്നത്? പിള്ളേരൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരല്ലേ? ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ട ആൾക്കാർ ബസ്സിൽ വെച്ചിട്ട് മസ്താനി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്ക് പാക്കർ ആരും ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി അതൊക്കെ റിയൽ ആയിട്ടുള്ള അസോൾട്ട് ആണ്, നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ അടിയിൽ എന്തൊക്കെ കമന്റ് ആണ് വരുന്നത്? എന്നോട് ഇന്നലെ അതാണോ പ്രശ്നം? അപ്പൊ റിയൽ ആയിട്ടുള്ള അസോൾട്ട് ഇത് റിയൽ അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന്. കാരണം എന്താ? അപ്പം അത്രയും ലോകത്തിന് എക്സ്പോഷർ ഉള്ള ഒരാളാണ് അരുണിമ എന്ന് പറയുന്നത്. അവൾ വരെ പറയുവാണ് ഞാൻ ഇനി വീഡിയോ ഇടത്തില്ലെന്ന്. അപ്പോൾ അരുണിമയും ഇതിന് സപ്പോർട്ടാണ്, അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ബാക്ക് പാക്കർ അരുണിമയും ദീപക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഷിംജിതയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവരെ സംസാരത്തിന് മനസ്സിലാവുന്നത് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരിക്കലും അല്ല, നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ട്, സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ ഇതുപോലത്തെ സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. ആൾക്കാർക്ക് ഈ സെയിം ഒരു അനുഭവം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഇയാളുടെ മരണം നടന്ന ഉടനെ തന്നെ എല്ലാവരും കൂടെ അതങ്ങ് വിധി എഴുതി നിരപരാധിയായി ഒരുത്തരെ കൊന്നു. നിരപരാധിയാണെന്ന് അയാൾ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആണോ വിധിക്കുന്നത്? ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്തില്ല, അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ നിരപരാധിയാണെന്ന് വിധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് എന്താ അധികാരമുള്ളത്? അത് അയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. യെസ്, അത് അയാളോ ചെയ്തോ ചെയ്തില്ലയോ നമുക്ക് അറിയില്ല. പക്ഷെ നിരപരാധിയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് നിന്നേക്കാളും 10,000 മടങ്ങ് 1,00,000 മടങ്ങ് ആൾക്കാർക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അയാൾ നിരപരാധിയാണെന്നുള്ളത്. പക്ഷെ അയാൾ കുറ്റം ചെയ്തു എന്നുള്ളത് അവിടെ വിധിക്കാനുള്ള ആ ഒരു അധികാരവും പുറം ലോകത്തേക്ക് പൊതുജനത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള അധികാരം ഉണ്ടോ? അതിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വി ആർ ഓൾ അഗെയിൻസ്റ്റ് യു, വിൽ ബി അഗെയിൻസ്റ്റ് യു, ഡെഫിനറ്റ്ലി യെസ് അല്ലേ? നമുക്ക് കാണുന്ന സമയത്ത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വളരെ പരിപൂർണമായിട്ട് ബോധ്യം വരുമ്പോൾ അയാൾ തെറ്റ് ചെയ്തു, നിങ്ങൾ ഇന്നാ പിടിച്ചു അയാളെ ഉന്തിത്തള്ളി വിടുകയാണ്, ആൾക്കൂട്ടത്തിലേക്ക് അയാളെ എറിയാണ്, ആൾക്കൂട്ട വിചാരണയ്ക്ക് ആ മനുഷ്യനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർ നിങ്ങളെയും വിചാരണ ചെയ്യും, നിങ്ങളെയും ചോദ്യം ചെയ്യും. നിങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല? നിങ്ങൾ അതിൻ്റെയൊക്കെ മുകളിലാണോ? കുറേ ബുദ്ധിജീവി പോലെ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൻ്റെയൊക്കെ മുകളിലാണോ?
50-50 ചാൻസ് ആണ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ നോട്ടം കൊണ്ട് വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാലമാണിത്. അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അവന്മാർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഇങ്ങനെ സ്കാൻ ചെയ്യും. നമ്മൾ എത്ര സുഹൃത്തെ അതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നാളെ പുറത്തു വന്ന് പറഞ്ഞാലും ഡെഫിനറ്റ്ലി എന്നെ പോലുള്ള വ്യക്തികൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു, നിങ്ങളെന്തോ ആയിക്കോട്ടെ നിങ്ങളെ സംഭവം, ഞാൻ ഇപ്പോൾ നേരത്തെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ നാളെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി, ഗോഡ് ഫോർബിഡ്, ഇല്ലാതിരിക്കട്ടെ, ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ അത് പൊതുമധ്യത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അങ്ങനെ ഒരു ശരിയായിട്ടുള്ള സംഗതി ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി എന്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ഞാനൊരിക്കലും ചെയ്യാതിരിക്കില്ല. അപ്പോൾ നമുക്ക് നിങ്ങളത്തെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്യാതിരിക്കില്ല. ബിക്കോസ് അപ്പോൾ നമ്മളൊക്കെ എന്നെ പോലുള്ള വ്യക്തികളൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ്. അല്ലാണ്ട് നമുക്ക് വേറുള്ള അർത്ഥങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. നമുക്ക് വലിയ ബുദ്ധി മറ്റേ എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. കംഫർട്ടബിൾ അല്ലാതായി മാറുമെന്നറിയാവോ? അപ്പൊ നോട്ടം കൊണ്ട് വരും. അപ്പം നമ്മൾ അത് വീഡിയോ എടുക്കുമ്പോൾ അവന്റെ നോട്ടം അതിനെ ഇഴകീറി പരിശോധിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ എല്ലാവരും എനിക്കതിൽ റിയാക്ട് ചെയ്ത വീഡിയോ ഇഴകീറി പരിശോധിക്കേണ്ടി വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇഴകീറിയിട്ടല്ലെങ്കിലും ഇങ്ങനത്തെ പിന്നെ ഈ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആവണം. ഇനിയുള്ള ആൾക്കാർ കെയർഫുൾ ആവുക തന്നെ ചെയ്യണം. മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കിടന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്ക് അതപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം നടന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്യാൻ പാടുമോ? അത് ചെയ്ത് ശരിയായോ? നിങ്ങളെപ്പോലുള്ള 4 ആൾ അറിയുന്ന വ്യക്തികൾ അങ്ങനത്തെ സംഭവം ഇടുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയടിക്കുന്നോട് എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടു. അങ്ങനെയാണെങ്കിൽ മാപ്പ് പറഞ്ഞ് പിൻവലിച്ച് പിന്നെ മുണ്ടാതിരിക്കണം. പക്ഷെ നിങ്ങൾ അതല്ല ചെയ്യുന്നത്. അഗെയിൻ യു ആർ ഡിഫെൻഡിങ് ഇറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ നന്നായി എന്നുള്ള ഒഴിവാക്കിയത് പോലും നിങ്ങൾ അന്നത്തെ ആ ഒരു സൈബർ അറ്റാക്സ് പേടിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാർ ചോദിക്കുമല്ലോ ഞാൻ അത്രയും ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള സംഗതികൾ ചിന്തിച്ചിട്ട് ഒഴിവാക്കി തന്നെ വിചാരിക്കുള്ളൂ. ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനൊരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോയി, ക്ലാസ്സിൽ പോയി. പിന്നെ ഞാൻ കുറെ നേരം ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നീടാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറയുന്നത് ഇത് കാണുമ്പം അവരുടെ അച്ഛനും അമ്മയ്ക്കും അവർ വീട്ടുകാർക്കും എന്തായിരിക്കും അവർക്ക് തോന്നുക, അവർക്ക് വിഷമം ഉണ്ടാവൂലേ എന്ന്. അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്. ശരിയാണ്, അയാൾ മരിച്ചു, ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പെണ്ണിന് സൈബർ ബുള്ളിങ് ഏൽക്കാതിരിക്കുക എന്നുള്ളത്. അതെന്താ അത് മനസ്സിലായില്ല. എവിടെയാണ് ആ പ്രൊട്ടക്ഷൻ? നിങ്ങൾ നിയമപരമായിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? അത് സൈബർ ബുള്ളിങ് മാത്രം പ്രൊട്ടക്ഷനാണ് എന്തൊക്കെ മനസ്സിലാവണമെന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അവർ അച്ഛനും അമ്മയും കാണില്ല. നിങ്ങൾ അതിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വിഷമാവുന്ന ആരോ പറഞ്ഞപ്പോൾ, അല്ലാണ്ട് സ്വയം അവനാനും തോന്നിയതല്ല, ആരോ പറഞ്ഞു ഒരു അച്ഛനമ്മയും കാണുന്നില്ലേ, അച്ഛനമ്മയ്ക്ക് വിഷമാവില്ലേ എന്ന് ആരോ പറഞ്ഞപ്പോൾ പിൻവലിച്ച പോസ്റ്റ് രണ്ടാമത് ഇതുപോലെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ അച്ഛനമ്മയ്ക്കൊന്നും വിഷമം ഉണ്ടാവില്ല. അല്ല, അവർ സോഷ്യൽ മീഡിയ നോക്കുന്നതായിരിക്കില്ല, അവർക്ക് എന്ത് വിഷമല്ലേ. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് ആരെങ്കിലും അറിയുന്ന സമയത്ത് ഇന്നലെ തന്നെ എനിക്ക് എന്താ പറയുക, വാവേ നീ എന്തിനാ ചെയ്തെന്നാണ് ആ അമ്മയുടെ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മതിട്ടോ. ആ അമ്മയുടെ കരച്ചിൽ മതി, വേറെ ഒന്നും വേണ്ട, ഞാൻ നിർത്തത് നമ്മുടെ ഇതൊന്നും ചെയ്യുന്നില്ലൊക്കെ വയ്യ. വെറുതെ ഇനി എന്താ അറിയോ, അതൊന്നും പറഞ്ഞിട്ട് ഇനി സൈബർ ബുള്ളിങ് ആന ചെയ്യാൻ അറിയും. എനിക്ക് ആ അമ്മയുടെ കരച്ചിൽ എൻ്റെ വാവയെന്നൊക്കെ പറയുന്ന സമയത്ത് 41 വർഷം നൊന്ത് പെറ്റിട്ട് 41 വർഷം വളർത്തിണ്ടാക്കിയിട്ട് വേറെ ഏതോ ഒരുത്തിനും സോഷ്യൽ മീഡിയ നിസ്സാര കാര്യത്തിന് റീച്ചിന് വേണ്ടിയിട്ട് കൊന്നു കളഞ്ഞതിന് കളയുന്ന സമയത്ത് എന്താവശ്യം എനിക്കിപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഇതാവാണ്. വാവേ സത്യം പറഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും പറയാം, ദീപക്കെ നീ എന്തിനിത് ചെയ്തു എന്നുള്ളത് എനിക്ക് അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ തോന്നിപ്പോയി. പക്ഷെ പിന്നെ ആലോചിക്കും, എല്ലാവരും ഒരുപോലെ ആവില്ല, മാനസികമായിട്ട് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ആൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. മാനം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോഴേ അഭിമാനം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. അതുള്ളവർക്ക് അങ്ങനെയാണ്. മറ്റുള്ള രീതിയിൽ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും വിഷയമാവില്ല. കാരണം വെച്ചാൽ അവർ മനസ്സിനുള്ള സംഭവിക്കുക ഏതായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ. പക്ഷെ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് പേർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്കത് തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എനിക്ക് പേഴ്സണലി ഭയങ്കരതാണ്. എന്നെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നം. അത് അത്രയും എക്സ്ട്രീം ലെവലിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടുക, അത് അവനാൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഞാൻ ഇതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തി അല്ല എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയിൽ പാവ മനുഷ്യന് മനക്കെട്ടില്ലാതെ ചെയ്തു പോയി. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു അയാൾക്ക് ജീവിക്കാമായിരുന്നു എങ്ങനെയെങ്കിലും അല്ലേ. പക്ഷേ അയാളിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ കൊന്നു തിന്നും. മരിച്ചിട്ട് വിടാത്ത ഇതായ ടീമുണ്ടല്ലോ, അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള മരിച്ചിട്ട് വിടാത്ത ഇതായ ആൾക്കാർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ വിടില്ല. ഇത് മരിച്ചുകൊണ്ടാണ്, അല്ലാണ്ടൊന്നുമില്ല. അബ്സാക്കിയ റജിക്ക് ഇത് ആയുഷ്യം എത്ര കത്താതിരുന്ന് ആ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് സംഭവം അതാണ്.
കാരണം ഈ ഒരു വിഷയം കണ്ടതിന് ശേഷവും ആൾക്കാരാകെ ഞെട്ടിപ്പോയി. പക്ഷേ ഒരു ചേഞ്ചിങ് പോയിൻ്റാണ്, ഇതൊരു ഗെയിം ചേഞ്ചർ എന്തായാലും പറയാം, ഒരു ടേണിംഗ് പോയിൻ്റാണിത്. അയാളൊരു രക്തസാക്ഷിയാണ്, ഡെഫിനറ്റ്ലി ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. വേറെ എന്തോ ആയിക്കോട്ടെ, റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനത്തെ റീച്ച്, പണത്തിൻ്റെ ലാഭം, ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്, അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു എൻഡ് ദ ലൈഫ് ഓഫ് സംബഡി എൽസ്. ഒരിക്കലും അത് ചെയ്യാനുള്ള അധികാരമില്ല. അത് നിർത്തേണ്ട സംഭവമാണ്, നിർത്തേണ്ട സംഭവമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.